ശ്രീ അജ്സലാം പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ പരിഹസിക്കുകയാണ്. ഒന്നാം സർക്കാരിന്റെ കാലത്ത് കളഞ്ഞുപോയ കത്രിക രണ്ടാം സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തി, അതൊരു ഭരണ നേട്ടമാണ് എന്നുള്ളത്. എന്തെങ്കിലും മറുപടി പറഞ്ഞു നിൽക്കാൻ കഴിയുമോ? പറയുന്നതിൽ ബുദ്ധിമുട്ട് വിചാരിക്കുന്നതിനാ ഇങ്ങനെയുള്ള കാര്യം? നമ്മളെ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ചാണല്ലോ പറയുന്നത്. രാഷ്ട്രീയമായ ബുദ്ധിമുട്ടല്ല, അതൊരു പൗരബോധമുള്ള മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ബുദ്ധിമുട്ടാണ്. സർക്കാരല്ലല്ലോ ഓപ്പറേഷൻ ചെയ്ത് സർക്കാരില്ലല്ലോ. നമ്മൾ പറയുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യം, തെറ്റെന്ന് പറയുന്ന കാര്യത്തില് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ ആർക്കെങ്കിലുമോ ലീഡ് ചെയ്യുന്ന മാധുവിനോ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. എന്തിനാ ബുദ്ധിമുട്ടേണ്ട കാര്യം? ഈ തരത്തിലുണ്ടായ ഏതെങ്കിലും ഒരു തെറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും നിന്നാലല്ലേ അതിന് പ്രയാസം തോന്നേണ്ട കാര്യമുള്ളൂ. ഇപ്പോ തോബിയാസ് പ്രദേശവാസി എന്നാണ് പറയുന്നതെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു ഉഷയുടെ വീട്ടില്. അതില് വളരെ സീരിയസ് ആയി ഒരു കാര്യം, ഉണ്ടായ സംഭവത്തിന്റെ ഗൗരവം നമ്മളെല്ലാം പൊതുവെ ബോധ്യമായി ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപകടകരമായി ഇന്ന് ഈ ആരോപണ വിധിയായിട്ടുള്ള ഡോക്ടർ ലളിതാംബിക അവര് പറഞ്ഞൊരു ഒരു സംസാരം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നൊരു കാര്യമല്ല. യഥാർത്ഥത്തിൽ അവരെ വകുപ്പനുസരിച്ച് കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്യേണ്ട പോലെയാണ് അവരുടെ സംസാരം. അവർ പറയുകയാണ് എത്ര കൊല്ലം കിടന്നാലും ഒരു കുഴപ്പമില്ല, ഞാൻ ഈ രോഗിയെ ഓപ്പറേഷൻ ചെയ്തിട്ടേ ഇല്ല. പ്രൈമറി ആയ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് നോക്കിയാൽ അതിനകത്തുണ്ട്. അന്ന് ഗൈനക്കോളജിലെ യൂണിറ്റ് 1 അതിന്റെ യൂണിറ്റ് ചീഫ് എന്ന് പറയുന്നത് ഡോക്ടർ ലളിതാംബികയാണ്. അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഈ ഡോക്ടറെ ഓപ്പറേഷന്റെ ഭാഗമായി ഇല്ലെങ്കിലും പൂർണ്ണമായ ലയബിലിറ്റി യൂണിറ്റ് ചീഫിനാണ്. എന്നിട്ട് ചെയ്തൊരു കുറ്റത്തെ മറച്ചുപിടിക്കാനും ലഘൂകരിക്കാനും രക്ഷപ്പെടാനും വേണ്ടിയുള്ള വളരെ നിരുത്തരവാദപരമായൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തിയിരിക്കുകയാണ്. അവിടെ ഇതെല്ലാം നോക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ഡോക്ടർ ലളിതാംബികയും അവരുടെ നയിച്ച യൂണിറ്റും തെറ്റ് കാണിച്ചാൽ മറ്റെന്തെങ്കിലും രക്ഷപ്പെടാനൊന്നും പറ്റില്ല. നേരത്തെയും ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന ഡോക്ടറാണ്. എനിക്കും തോബിയാസിനും ഒക്കെ അറിയാം ഈ ഡോക്ടറെ കുറിച്ച്. സർവീസിലുള്ള സമയത്തും ഒരു മിനി ഹോസ്പിറ്റൽ പോലെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടറാണ്. അന്ന് വലിയ വിവാദമായി ഉണ്ടാകുകയും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവർ വീട്ടിലേക്ക് ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഏത് ഹോസ്പിറ്റലിനും അതിന്റെ ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിന്റെ ഒരു പ്രൊസീജിയർ ഇല്ലേ? മെഡിക്കലി ആയിട്ടുള്ള കാര്യം ഞാനോ മറ്റേതെങ്കിലും വകുപ്പോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ഡോക്ടർ എന്ത് വിവരം വെച്ചാണ് പറയുന്നത്? എന്ത് എത്തിക്സ് ആണ് അവർ പ്രകടിപ്പിച്ചത് ഈ പ്രതികരണത്തിലൂടെ? തന്റെ മുന്നിൽ വന്ന് കിടക്കുന്ന രോഗിയോട് ഏതെങ്കിലും ഒരു ചെറിയ അംശം, ഒരു കൂറ് ആ ജീവനോട് ഉള്ള ഡോക്ടറാണെന്ന് ഈ ഡോക്ടറെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇന്നത്തെ പ്രതികരണം കേട്ടാൽ പറ്റുമോ? എത്ര മ്ലേച്ഛമായ ഒരു പരാമർശത്തിലേക്കാണ് അവർ വന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർക്ക് ഉത്തരവാദിത്വമില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ക്രോസ് ചെക്ക് നടത്തണമെന്നല്ലേ നിയമം? ഓപ്പറേഷൻ മുമ്പ് ഏതെല്ലാമാണ് എടുത്തത് ലിസ്റ്റ് തയ്യാറാക്കി പ്രത്യേകം എഴുതി വെക്കണം. അത് ഡോക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ നഴ്സിംഗ് സൈഡിൽ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ഇത് ഈ പറഞ്ഞ മാതിരി കൃത്യമായിട്ട് നോക്കണമെന്നാണ്. എണ്ണി നോക്കണമെന്നല്ലേ എഴുതി വെച്ച അത്രയും തന്നെ അത് കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നുള്ളതല്ലേ? ഈ ഉറപ്പുവരുത്തൽ ഡോക്ടർ മാഡം പറയുന്ന ന്യായീകരണം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നാണ്. അപ്പൊ ഞങ്ങൾ ആരോട് ചോദിക്കണം? അങ്ങ് പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും അറിവുള്ളതാണ്. അങ്ങ് പറയുന്ന എല്ലാ വീഴ്ചകളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് ലളിതാംബിക ഡോക്ടറും പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റം നന്നാക്കണം എന്നുള്ളതാണ് ഡോക്ടറുടെ ആവശ്യം. ഈ സിസ്റ്റം നന്നാക്കണം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ആവശ്യം. ഞങ്ങൾ ആരോട് ചോദിക്കണം? ഈ നരേറ്റീവ് ഉണ്ടാകുമ്പോ ആ പഴുതിലൂടെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ബുദ്ധിയാണ് ഈ കുറ്റവാളിയായ ഡോക്ടർ പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം. ഏതു നരേറ്റീവ്? അതാ അതിന്റെ ഗൗരവമായ കാര്യം. ഈ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇവർ സർവീസ് ഉള്ളപ്പോഴും ഇപ്പോൾ സർവീസ് ഇല്ലാത്തപ്പോഴും അല്ലെ കേരളത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ സർജറി നടക്കുന്നില്ലേ?
ആ സർജറി നടക്കുന്നത് ഏത് സിസ്റ്റത്തിലാ? ആ നിൽക്കുന്ന സിസ്റ്റം ഏതോ ആ സിസ്റ്റം പാലിച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അത് ചെയ്യാതെ ഈ കുറ്റം ചെയ്തിട്ട് ഈ പറയപ്പെട്ട ഈ ഉപകരണം ആ ഉഷ എന്ന് പറയുന്ന പാവപ്പെട്ട ആ തൊഴിലാളി സ്ത്രീയുടെ വയറ്റിന്റെ അകത്ത് വെച്ചിട്ട് പോയിട്ട് ആ ഡോക്ടർ പറയുന്ന ന്യായം എന്താണ്? ഈ ഭാഷ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? ആ ഡോക്ടറെ കുറിച്ചിട്ട് സാങ്കേതിക പ്രശ്നം എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി രക്ഷപ്പെടാൻ കഴിയുമെന്ന ബോധ്യം അവർക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇത് നോക്കൂ, ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം, കൊന്നി മെഡിക്കൽ കോളേജിലെ വിഷയം, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ വിഷയം, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ വിഷയം, മാനന്തവാടി ആശുപത്രിയിലെ പ്രശ്നം, ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന സംഭവവികാസങ്ങൾ, ഹർഷനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എന്തു നടപടിയുണ്ടായി? ആർക്കാണ് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുള്ളത്? അപ്പൊ നരേറ്റീവ് പടച്ചു വിട്ടു കഴിഞ്ഞാൽ സുരക്ഷിതമാണ് എന്ന് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിന്നല്ലേ? അങ്ങനെയൊന്നും നമ്മളിതിനെ ഈ വേറൊരു തരത്തിലേക്കൊന്നും വഴിതിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല മധു. നമ്മുടെ മുന്നിലേക്ക് സീരിയസ് ആയൊരു കുറ്റം ചെയ്തിരിക്കുന്നു ഒരാൾ. 5 കൊല്ലം മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റ് അവസാന സമയത്താണ് സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇപ്പോഴാണ് വെളിച്ചത്ത് വന്നത്. അത് എക്സ്റേ എടുത്തപ്പോൾ ഇപ്പൊ തെളിഞ്ഞു. അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ആ തെറ്റുണ്ടായിരിക്കുന്നു നമുക്കെല്ലാം ബോധ്യമാണ്. അതിന് വേറെ എൻക്വയറിയുടെ പ്രശ്നം വേണ്ട. ഇത് അകത്തുണ്ടായിരുന്ന കാര്യത്തിൽ ലളിതാംബിക ഡോക്ടർ പറയുന്ന പോലെ ഒന്നും പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുണ്ടായെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ കേസ് ഷീറ്റ് നോക്കിയാൽ ഏത് ഡോക്ടർ ചെയ്തു, ആരുടെ യൂണിറ്റ് ചെയ്തു എന്ന് വ്യക്തമാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ക്ലിയർ കട്ടായിട്ട് ഇവർ കുറ്റവാളിയാണെന്ന് ബോധ്യം വന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു രീതി അനുസരിച്ചൊക്കെ പറയുകയാണ്. ആ സ്ത്രീ, ആ രോഗിയായ ഉഷ എന്ന് പറയുന്ന ആ പേഷ്യന്റിന് ഒരു രോഗി എന്ന നിലയ്ക്ക് ഒരു പരിഗണന അവരുടെ വർത്തമാനത്തിലുണ്ടോ? ഈ ഡോക്ടറുടെ? അതാണ് ഞാൻ പറഞ്ഞത്. അവർ തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് കാണിച്ചത് മറയ്ക്കാൻ മറ്റെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ശരിയല്ല, ഇത് 20 വർഷത്തിന് മുൻപ് ഉണ്ടായ കത്രികയാണെങ്കിലോ എന്ന് അവർക്ക് ചോദിക്കാൻ കഴിയുന്നത്. ഹർഷനയുടെ വിഷയത്തിൽ ഏത് ആശുപത്രിയിൽ നിന്നാണ് പ്രശ്നമുണ്ടായത് എന്നത് സംബന്ധിച്ചൊരു തർക്കം ഇവിടെ നടക്കുകയും ഇപ്പോഴും അവർക്ക് നീതി കിട്ടാതിരിക്കുകയും അതിന്റെ പേരിൽ ആർക്കും നടപടി നേരിടേണ്ടി വരാതിരിക്കുകയും ചെയ്യുന്ന ഉദാഹരണം മുന്നിലുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു തലത്തിലേക്ക് പോകേണ്ട എന്ന് പറയുമ്പോൾ ഏതു തലത്തിൽ നോക്കിയാലും ഇത്തരം ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നു എന്നയിടത്താണ് ഈ കുബുദ്ധികൾക്ക് ഇത്തരം ന്യായീകരണങ്ങൾ പടച്ചുവിടാൻ കഴിയുന്നത് എന്നതുകൂടി തിരിച്ചറിയുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.